SSLC മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ്. ആ ചാപ്റ്ററിൽ നിന്ന് 2020 ഫെബ്രുവരി എക്സാമിന് ചോദിച്ച, അതായത് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും അതുപോലെ മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസും 2020 മാർച്ച് ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും എല്ലാം മറ്റ് വീഡിയോസായി ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. nth ടേം കാണാനുള്ള ഇക്വേഷൻ a+n-1 ഇൻറ്റു ഡി. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, n എന്ന് പറയുന്നത് nth ടേം ആയിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അതുപോലെ Sn എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അത് n/2. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, an എന്ന് പറയുന്നത് nth ടേം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലംസും ചെയ്യുന്നത്. ആദ്യം നമുക്ക് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 3. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സെക്കൻഡ് ടേം A2 എന്നാണ് എഴുതുന്നത്. സെക്കൻഡ് ടേം 8 ആണ്. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 3 ആണ്. പൊതുവ്യത്യാസം 3, രണ്ടാം പദം 8. റൈറ്റ് ദ സീക്വൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്തെങ്കിലും ആയിക്കോട്ടെ, രണ്ടാമത്തെ ടേം 8, മൂന്നാമത്തെ ടേം എങ്ങനെ കിട്ടും? കോമൺ ഡിഫറൻസ് 3 ആണ്. ആ 3 ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ? 8 3 11 മൂന്നാമത്തെ ടേം. ഇനി അടുത്ത ടേം കിട്ടാനോ വീണ്ടും +3 ചെയ്താൽ മതി, കാരണം കോമൺ ഡിഫറൻസ് 3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം 11 + 3 14. അപ്പോൾ ഇതാണ് സീക്വൻസ്. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമല്ലോ അല്ലേ? ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 8 - 3 5 ആണ് ഫസ്റ്റ് ടേം. ഈ രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 5 8 11 എന്നിങ്ങനെ പോകുന്ന ഈ ഒരു സീക്വൻസാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ അടുത്തത്, വാട്ട് ഈസ് ദ 12th ടേം? A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, nth ടേമിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? a+n-1 ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ A12 എന്ന് പറയുന്നത് a+n എന്ന് പറയുന്നത് 12 ആണ്. 12th ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 12 - 1 ഇൻറ്റു ഡി. ഇനി ഈ വാല്യൂസ് കൊടുക്കാം. എ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഫസ്റ്റ് ടേം ഒന്നാം പദം അത് കൊടുത്തു. 12 - 1 11 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3. അപ്പോൾ 11 ഇൻറ്റു 3 33. 5 + 33 ഇങ്ങനെ വരുമ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് അഡീഷൻ ചെയ്യാവുള്ളൂ. 5 + 33 ഈസ് 38. ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. 12th ടേം എന്ന് പറയുന്നത് 38 ആണ്. ഇനി നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 38. A5 ആണ് 38 എന്ന് തന്നിരിക്കുന്നത്, 5th ടേം. ആൻഡ് 8th ടേം ഈസ് 62. A8 ആണ് 62 എന്ന് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് കോമൺ ഡിഫറൻസ്. വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 100? വൈ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 5th ടേം എന്ന് പറയുമ്പോൾ എന്താണ്? an-ൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്ന് പറയുന്നത് എന്തായിരുന്നു? a+n-1 ഇൻറ്റു ഡി. അപ്പോൾ 5th ടേം എന്ന് പറയുന്നത് എന്താ? a+n-1 എന്ന് പറയുമ്പോൾ 5 - 1 4. a+4d ആണ് 38. A8ന് ഞാൻ എങ്ങനെ എഴുതും? a+n-1 എന്ന് പറയുന്നത് 8 - 1 7. a+7d ആണ് 62. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട് കണ്ടോ? ഇത് ഒരു ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഞാനിങ്ങനെ നെയിം ചെയ്യാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. a+7d ഈസ് ഈക്വൽ ടു 62. a+4d ഈസ് ഈക്വൽ ടു 38. ഇതിനെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 62 - 38 ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ഇനി ഇവിടെയോ 7 - 4 3. 3d ആണ് 24. a - പോകും. അപ്പോൾ എന്ത് കിട്ടും? d എന്ന് പറയുന്നത് 24 / 3. ഈ 3നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, 24/3 ഈസ് 8.
സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 100? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ടേംസ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് രണ്ട് ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വന്നത് 8 ആണ്. ഈ ഡിഫറൻസ് 100 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആവില്ല. കാരണം എന്താ? 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 8. 100 എന്ന് പറയുന്നത് 8ൻ്റെ ഗുണിതമല്ല, 8 ഇവിടെ പൊതുവ്യത്യാസം. അതുകൊണ്ട് എന്താണ് ഈ 100 എന്ന് പറയുന്നത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആവില്ല. ഇനി നമുക്കൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n² + 2n. സമ്മിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n² + 2n ആണ്. ഫൈൻഡ് ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഈ സമ്മിൻ്റെ ഇക്വേഷനിലോട്ട് എന്നിൻ്റെ പ്ലേസിലോട്ടൊക്കെ 1 കൊടുത്താൽ മതി അല്ലേ? നമ്മൾ ടേംസ് എഴുതുമ്പോൾ a, രണ്ടാമത്തത് a2, പിന്നെ a3 അങ്ങനെ പോവാണ്. ഈ ടേംസിൻ്റെ എല്ലാം സമ്മാണ് ഈ ഇക്വേഷനിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ഫസ്റ്റ് ടേം. സോ ഇവിടെ എന്നിൻ്റെ പ്ലേസിലോട്ട് 1 കൊടുക്കുന്നു. 1² + 2 × 1. സോ 1 + 2 3 ആണ് ഫസ്റ്റ് ടേം എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് കോമൺ ഡിഫറൻസ്. അപ്പോൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? നമുക്കിപ്പോൾ ഫസ്റ്റ് ടേം ആണ് കിട്ടിയതല്ലേ? a = 3 എന്ന് കിട്ടി. ഇനി S2 കണ്ടുപിടിക്കുകയാണ്. അതായത് സം ഓഫ് 2 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സം ഓഫ് 2 ടേംസ് കിട്ടാൻ ഈ എന്നിൻ്റെ പ്ലേസിലോട്ടൊക്കെ ഞാൻ 2 കൊടുക്കുകയാണ്. അപ്പോൾ 2² + 2 × 2 കണ്ടോ? എന്നിൻ്റെ പ്ലേസിലോട്ട് 2 കൊടുത്തു. ഓക്കെ, 2² ഈസ് 4 + 2 × 2 4. 4 + 4 8. So sum of first term and second term is 8 അല്ലേ? ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക 8 ആണ്. അപ്പോൾ രണ്ടാമത്തെ പദം എങ്ങനെ കിട്ടും? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ 8ൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത് 8 എന്നാണ്. ഫസ്റ്റ് ടേം 3 ആണെന്ന് നമുക്കറിയാം, സെക്കൻഡ് ടേം നമുക്കറിയില്ല. അപ്പോൾ ഈ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ ഈ 3നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 8 - 3 എന്ന് വരും. അപ്പോൾ അങ്ങനെ നമുക്കത് 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം ആണ് കിട്ടിയത് അല്ലേ? A1 3 ആണ്, A2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടും? കോമൺ ഡിഫറൻസ് ഈസ് A2 - A1. 5 - 3 2. 2 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി തേർഡ് പാർട്ടിൽ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. 20 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? സമ്മിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? Sn = n/2 a + an അല്ലേ? ഇതിലോട്ട് n എന്ന് പറയുന്നത് 20 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 20 ടേംസിൻ്റെ സം 20/2 ഇൻറ്റു n/2 എന്നുള്ളത് 20/2 ആയി. a എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം 3 ആണ്. 3 + a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A20. ഓക്കെ, A20 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? A20 ഈസ് an ഈസ് a + n - 1 ഇൻറ്റു d. കണ്ടോ? എന്നിൻ്റെ പ്ലേസിലോട്ട് ഞാൻ 20 എന്ന് കൊടുത്തു. a എന്താണ്? a ഈസ് 3 + 19 അല്ലേ? 20 - 1 19 ഇൻറ്റു d എന്ന് പറഞ്ഞാലോ? d ഈസ് 2. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. d എന്ന് പറയുന്നത് 2 ആണ്. സോ ദിസ് ഇസ് 3 + 19 ഇൻറ്റു 2 38. ദാറ്റ് ഈസ് 41 എന്ന് കിട്ടി. സോ ഇവിടെ 41 എന്നാണ് വരിക. അപ്പോൾ സം എങ്ങനെ വരും? 20/2 ഇൻറ്റു 3 + 41. 3 + 41 എന്ന് പറഞ്ഞാൽ 44. 20/2 ഇൻറ്റു 44. 20/2 നമുക്ക് കട്ട് ചെയ്ത് 10 എന്ന് എഴുതാം അല്ലേ? 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് 44 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 440 അല്ലേ? ഈ ഒരു 0 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ 440 ആണ് സം ഓഫ് 20 ടേംസ്.
ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേംസ് ഫ്രം ദ ഫസ്റ്റ് ടേം 3, 5, 7 etc. ആഡഡ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇവിടെ ഈ ഒരു സീക്വൻസും ഈ ക്വസ്റ്റ്യനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഫസ്റ്റ് ടേം നമുക്ക് എന്താണെന്നാണ് കിട്ടിയത്? 3 ആണെന്നാണ് കിട്ടിയത് അല്ലേ? ഫസ്റ്റ് ടേം 3 ആണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അതുപോലെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടിയത്? 2 ആണെന്ന് കിട്ടിയായിരുന്നു അല്ലേ? കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ D2 ആണ്. അപ്പോൾ ഏതാണ് ഈ സീക്വൻസ്? നമുക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സീക്വൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 2 എന്ന് പറയുമ്പം നെക്സ്റ്റ് ടേം കിട്ടാൻ +2 ചെയ്തു 5. ഇനി 5 + 2 7, 7 + 2 9. ഇങ്ങനെ പോകും ഈ സീക്വൻസ്. കണ്ടോ? ഈ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഏത് സീക്വൻസിനെ കുറിച്ചാണോ ആ സീക്വൻസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് കണ്ടിന്യൂസ് ടേംസ് ഫ്രം ദ ഫസ്റ്റ് ടേം. അതിനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? ഇതാണെന്ന് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മിൻ്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സീക്വൻസിനെ സംബന്ധിച്ച് എസ് എന്ന് പറയുന്നത് n² + 2n ആണ്. ഇനി ദ സം ആഡഡ് ടു 1. സോ Sn + 1 എന്ന് പറയുന്നത് n² + 2n + 1 ആണ് അല്ലേ? ആഡഡ് ടു 1 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയത് n² + 2n + 1 ആണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് a + b ദ ഹോൾ സ്ക്വയർ, a² + 2ab + b². ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്ന് നോക്കുക. ആണല്ലോ. ഇത് n-ൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇത് 1-ൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ ഒരു ഇക്വേഷന് ചെക്ക് ചെയ്യാണ്. ഇനി നടുക്ക് എന്താ വരേണ്ടത്? 2 ടൈംസ് ab അല്ലേ? ഇവിടെ അപ്പോൾ 2 ടൈംസ് a എന്ന് പറയുന്നത് ഇവിടുത്തെ എയുടെ പ്ലേസിൽ ഇവിടെ n ആണ് കിടക്കുന്നത്, ഇവിടെ ബിയുടെ പ്ലേസിൽ ഇവിടെ 1 ആണ് കിടക്കുന്നത്. അപ്പോൾ 2 ടൈംസ് n × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2n. കണ്ടോ? ഇവിടെ 2n ആണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എയുടെ പ്ലേസിൽ n ഉണ്ട്, ബിയുടെ പ്ലേസിൽ 1 ഉണ്ട്. ഇത് a + b ദ ഹോൾ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത്. സോ ദിസ് ഈസ് സെയിം ആസ് n + 1 ദ ഹോൾ സ്ക്വയർ. സം ഓഫ് n ടേംസ് +1 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. കണ്ടോ? n + 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ പല കുട്ടികളും 21 ടേംസിൻ്റെ സമ്മാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേമും 21st ടേമും തമ്മിലുള്ള സമ്മാണ് 140. ഫസ്റ്റ് ടേമിന് ഞാൻ a എന്നെടുക്കുകയാണ്. ഫസ്റ്റ് ടേം 21st ടേം a21. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 21st ടേം എങ്ങനെ എഴുതും? a എന്ന് പറഞ്ഞാൽ a + n - 1 × d അല്ലേ? സോ a21 ഈസ് ഈക്വൽ ടു a + n എന്ന് പറയുന്നത് 21 - 1 20d. a + 20d ആണ് a21. ആ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ a + ഈ a ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എഴുതിയത്. a21 എന്ന് പറഞ്ഞാൽ എന്താണ്? a + 20d. അതിങ്ങോട്ട് എഴുതുകയാണ്. ഇതാണ് നമുക്ക് 140 എന്ന് കിട്ടിയത് തന്നിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുകയാണ് ഫൈൻഡ് 11th ടേം. 11th ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഇതേ ഇക്വേഷൻ എടുക്കാം. a + n - 1 × d എന്ന് പറഞ്ഞാൽ a + 11 ആണ് ഇവിടുത്തെ n, 11 - 1 10d. a + 10d ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി കണ്ടോ? a + a എന്ത് കിട്ടും? 2a + 20d ഈസ് ഈക്വൽ ടു 140 ആണല്ലോ. ഈ ഇക്വേഷൻ നോക്കി, ഇവിടെ എല്ലാ ടേംസിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2a ഡിവൈഡഡ് ബൈ 2, 20d ഡിവൈഡഡ് ബൈ 2, 140 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ചെയ്യാൻ പോവാണ്. 2a 2 കണ്ടോ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ a ആയി. 20d ബൈ 2 എന്ന് പറയുമ്പോൾ 10d ആയി. ഈസ് ഈക്വൽ ടു 140 ബൈ 2 70. സോ a + 10d 70 എന്ന് കിട്ടി അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? 11th ടേം.
ദിസ് ഇസ് സെയിം ആസ് എ പ്ലസ് 10d. സോ A11 ആണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് അല്ലേ. 11th ടേം എന്ന് പറയുന്നത് 70 ആണ്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. ഫസ്റ്റ് ടേം 10 ആണ്. നമുക്കിപ്പോൾ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. A11 എത്രയാണെന്ന് കിട്ടിയത്? 70 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. A11 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? A പ്ലസ് 10d ആയിരുന്നു അല്ലേ. ഇതാണ് നമുക്കിപ്പോൾ 70 എന്ന് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? A11 എന്ന് പറഞ്ഞാൽ A പ്ലസ് 10d. ഇറ്റ് ഈസ് സെയിം ആസ് 70 എന്ന് നമുക്കിപ്പോൾ കിട്ടി. ഇനി ഇതിൽ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ 10 എന്ന് കൊടുക്കുക. ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10 എന്ന് പറഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ? A. ഈ പൊസിഷനിലോട്ട് ഞാൻ 10 എന്ന് കൊടുക്കുകയാണ്. 10 പ്ലസ് 10d ഈസ് ഈക്വൽ ടു 70 അല്ലേ. അപ്പോൾ 10d എന്താവും? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടുന്ന് എല്ലാ ടേംസിനെയും വേണമെങ്കിൽ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈസിയാണ് ഒന്നും കൂടി. ഇതാ സീറോസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 10 1 ആണ്. അത് പല കുട്ടികൾക്കും തെറ്റിപ്പോവാറുണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, 0 ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെയും ചെയ്ത് നോക്കാം. ഇവിടെയോ? ഇവിടെയും d ഉണ്ട്. ഈസ് ഈക്വൽ ടു 7. സോ വാട്ട് ഈസ് d? d എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോകണം. 7 മൈനസ് 1 6. ഇനി ഇത് ഈ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയില്ലേ, അതില്ലാതെ ചെയ്ത് നോക്കാം. ഇവിടം വരെ നമുക്ക് കിട്ടിയല്ലോ. 10 പ്ലസ് 10d ഈസ് ഈക്വൽ ടു 70 എന്ന് കിട്ടി. ഡിവൈഡ് ചെയ്യാൻ ഇപ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഈ 10നെ ഞാൻ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 10d മാത്രമാണ്. ഇനി ഈ 10 ഇവിടെ പ്ലസ് ആണ്, പോസിറ്റീവ് നമ്പർ അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ 70 മൈനസ് 10 60. സോ 10d ആണ് 60. സോ വാട്ട് ഈസ് d? 60 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് 6. കണ്ടോ, ഏത് വഴിക്ക് പോയാലും നമുക്ക് ആൻസർ സെയിം ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് 6 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? റൈറ്റ് ദ സീക്വൻസ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിർത്തരുത്. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഫസ്റ്റ് ടേം എത്രയായിരുന്നു? നമുക്ക് കണ്ടുപിടിച്ചായിരുന്നു ആദ്യം അല്ലേ. ഫസ്റ്റ് ടേം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 ആണെന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 6. അപ്പോൾ എങ്ങനെ എഴുതും? 10 പിന്നെ 10 പ്ലസ് 6 16. 16 പ്ലസ് 6 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. 22. 22 പ്ലസ് 6 28. സോ ദിസ് ഈസ് ദ സീക്വൻസ്. ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. 11 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ സം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? Sn ഇസ് ഈക്വൽ ടു n ബൈ 2 a പ്ലസ് an. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 11 ടേംസിൻ്റെ ആണ്. സോ 11 ബൈ 2 a പ്ലസ് a 11 അല്ലേ. ഈ കേസിൽ ഈ ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ A11 എന്ന് പറയുന്നതോ 70 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ടേം 10, 11th ടേം 70. ഓക്കെ, ഇനി 10 പ്ലസ് 70 80. സോ 11 ബൈ 2 ഇൻറ്റു 80. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നാണ്. ഇനി 2 ഡിനോമിനേറ്ററിലുണ്ട്, 80 ന്യൂമറേറ്ററിലുണ്ട്. കട്ട് ചെയ്യാലോ 40. സോ 4 ഇൻറ്റു 11 44. പിന്നെ ഒരു 0 ഇവിടെ ഉണ്ട്, ആ 0 ഇട്ടു. സോ 440 ആണ് സം ഓഫ് 11 ടേംസ്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് ഇങ്ങനെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഇങ്ങനെ വേറൊരു സീക്വൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 20, 25, 30 എറ്റ്സെട്ര. ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 11 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ്. ഇവിടെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 20 ആണ്. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 25 മൈനസ് 25 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് 11 ടേംസ് ആണ്. അപ്പോൾ Snൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതിയല്ലോ. S11 എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നിടത്ത് 11 n ബൈ 2 a പ്ലസ് a n എന്ന് പറയുന്നത് 11 ആണ്. ഇനി A11 എങ്ങനെ കിട്ടും? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. കണ്ടോ, n എന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ 11 എന്ന് കൊടുത്തു. a എന്ന് പറയുന്നത് എന്താണ്? 20 പ്ലസ് 11 മൈനസ് 1 10 ഇൻറ്റു d എന്ന് പറയുന്നത് 5 ആണ്. സോ 20 പ്ലസ് 10 ഇൻറ്റു 5
50. A11 is 70. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് ഇനി കാര്യങ്ങൾ കൊടുക്കുക. 11/2 എ എന്ന് പറയുന്നത് എന്താണ് 20 പ്ലസ് A11 എന്ന് പറയുന്നതോ 70. കണ്ടോ 11/2 20 പ്ലസ് 70 90. ഇതെങ്ങനെ ചെയ്യും? 11/2 ഇൻറ്റു 90 ആണ്. 2 ഇതാ 90നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടി. 45 ഇൻറ്റു 11 ആണ് ആൻസർ വരുന്നത്. എങ്ങനെ ചെയ്യും? 495 എന്ന് കിട്ടും. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് കണ്ടോ 4 5 ഫസ്റ്റ് ഡിജിറ്റ് 4 തന്നെ, ലാസ്റ്റ് ഡിജിറ്റ് 5. കണ്ടോ 45ൻ്റെ ഡിജിറ്റ്സ് ഇങ്ങോട്ട് ഇട്ടു. ഇനി നടുക്ക് വന്ന ആളാരാ? 4 + 5 9. അതാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനിവിടെ കുറച്ച് വളരെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഒരു കഥ പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന്. ഇനി അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യം വായിക്കാം. വി ക്യാൻ ഫോം സീക്വൻസസ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ എ ഫിക്സഡ് നോൺ സീറോ നമ്പർ റിപ്പീറ്റഡ്ലി. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെയായിരുന്നു? ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു സെയിം നമ്പർ അല്ലേ, ഒരേ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സീക്വൻസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇതാ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. 1 2 4 8 എറ്റ്സെട്ര. ഇത് കണ്ടോ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടി. 2 × 2 4. കണ്ടോ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. 4 × 2 8 എറ്റ്സെട്ര. ഇത് നമ്മൾ +1 +2 പഠിക്കും ജിയോമെട്രിക് പ്രോഗ്രഷൻ. അപ്പം സച്ച് സീക്വൻസസ് ആർ കോൾഡ് ജിയോമെട്രിക് സീക്വൻസസ്. ഇത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഈ ഡാറ്റ എല്ലാം തന്നിട്ടുണ്ട്. ദ കോമൺ നമ്പർ യൂസ്ഡ് ഫോർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കോൾഡ് കോമൺ റേഷ്യോ. നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് അരിത്മെറ്റിക് സീക്വൻസിൽ പറയുന്നത് പോലെ ഈ ജോമെട്രിക് സീക്വൻസസിൽ നമ്മൾ ഏത് നമ്പറാണോ ഈ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്, ഈ നമ്പറിന് ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പം കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. കണ്ടോ 2 കൊണ്ടാണ് നമ്മൾ എല്ലാ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ 5th ടേം ഓഫ് 1 2 4 8 എറ്റ്സെട്ര. ഇവിടെ എക്സാമ്പിളായിട്ട് തന്ന അതേ സീക്വൻസ് ജോമെട്രിക് സീക്വൻസ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഈ സീക്വൻസിൻ്റെ നെക്സ്റ്റ് ടേം 5th ടേം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് 5th ടേം? ഇവിടെ 4 ടേംസ് ഓൾറെഡി തന്നിട്ടുണ്ട്. കണ്ടോ 1 2 3 4 ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. 5th ടേം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 × 2 2 × 2 4 × 2. സോ 8 × 2 16 ആയിരിക്കും 5th ടേം. ഓക്കെ, 1 2 3 4 5. 5th ടേം ഈസ് 16. ഇനി അടുത്തത് റൈറ്റ് ജോമെട്രിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് കോമൺ റേഷ്യോ 3. നമ്മുടെ ഈ ചാപ്റ്ററായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് ടേം 2 ആണ്. ഓക്കെ, അപ്പോൾ 2 എന്ന് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 6 കിട്ടി. ഇനി അടുത്ത ടേം തേർഡ് ടേം കിട്ടണമെങ്കിൽ ഈ സെക്കൻഡ് ടേമിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 3 18 so on. So this is the sequence. ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 2 6 18 എറ്റ്സെട്ര. ഇനി ഫൈൻഡ് കോമൺ റേഷ്യോ ഓഫ് ദിസ് സീക്വൻസ്. ഇങ്ങനൊരു സീക്വൻസ് തന്നിട്ടുണ്ട് 3 12 48 എറ്റ്സെട്ര. ഇവിടെ കോമൺ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. 12നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 48 കിട്ടുന്നത് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. സോ വാട്ട് ഈസ് കോമൺ റേഷ്യോ? 4 ആണല്ലേ. നമ്മൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ആ നമ്പറിനാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 10th ടേം ഓഫ് 1 - 1 1 - 1 1 - 1. ഇത് ഒരു സീക്വൻസ് ആണോ? ആണ്. വെറുതെ നമ്പർ സീക്വൻസ് മാത്രമല്ല, ഇത് ജോമെട്രിക് സീക്വൻസും കൂടിയാണ്. ഇവിടെ എന്താണ് കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത്? -1 ആണ്. നോക്കിക്കേ 1 × -1 -1 അല്ലേ? 1 × -1 -1 -1 ആണല്ലോ ഇപ്പം നിൽക്കുന്നത്. -1 × -1
1. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ വിൽ ബി പോസിറ്റീവ്. 1 into 1 1. സോ പോസിറ്റീവ് 1. ഇത് കണ്ടോ, അടുത്തത് കിട്ടിയത് പോസിറ്റീവ് 1. ദെൻ 1 into -1 -1. -1 into -1 പോസിറ്റീവ് 1. കണ്ടോ, അങ്ങനെ പോയേക്കാണ്. സോ കോമൺ റേഷ്യോ -1 ആണ്. ഇനി ഇതിൽ 10th ടേം കണ്ടുപിടിക്കണം. ഇവിടെ സെക്കൻഡ് ടേം ഏതാ? -1 അല്ലേ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഫോർത്ത് ടേം -1 നോക്കിയേ, -1. സിക്സ്ത് ടേം -1. അതായത് ഈവൺ പൊസിഷൻ, ഈവൺ നമ്പറാണ് പൊസിഷൻ എങ്കിൽ ഈവൺ സെക്കൻഡ് ടേം, ഫോർത്ത് ടേം, സിക്സ്ത് ടേം ഒക്കെ ഏതാണ്? -1. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10th ടേം. 10 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ ആ പൊസിഷനിൽ വരുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. സോ -1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിനും ഇതിനെക്കാട്ടിലും രസമുള്ള ക്വസ്റ്റിനാണ്. ഫൈൻഡ് ദ സം ഓഫ് 10 ടേംസ് ഓഫ് 1 -1 1 -1 എറ്റ്സെട്ര. നോക്കിയേ, ഇതാണ് തന്നിരിക്കുന്ന സീക്വൻസ്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ട അതേ സീക്വൻസ് തന്നെ. ഇതിൽ 10 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ജോമെട്രിക് സീക്വൻസിൻ്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷനൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ഇതിവിടെ ആവശ്യമില്ല. ഇത് സിമ്പിളാണ്. നോക്കിക്കോ, 1 + -1 എത്രയാണ്? ഇവിടെ ചെയ്ത് കാണിക്കാവേ. 1 + -1 എങ്ങനെ ചെയ്യും? ഇത് സിമ്പിളല്ലേ, 0 അല്ലേ? 1 + -1 ഈസ് 0. അപ്പോൾ ആദ്യത്തെ 2 ടേംസ് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. പിന്നത്തെ 2 ടേംസ് ആഡ് ചെയ്യുമ്പോഴോ 0 തന്നെയല്ലേ? 1 + -1 0. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് 10 ടേംസ്. 10 ഈസ് ഈവൺ. മനസ്സിലാവുന്നുണ്ടോ? ഈവൺ നമ്പറാണ്. അതായത് നമുക്കിങ്ങനെ പെയർ ചെയ്ത് ചെയ്ത് പോവാം. എല്ലാ പെയറിലും എന്താണ് സം വരുന്നത്? 0 ആണ് അല്ലേ? 1 + -1 1 + -1 എല്ലാം 0 ആണ്. സോ ദ സം ഓഫ് 10 ടേംസ് വിൽ ബി 0. ഓക്കെ, ഇതൊക്കെ ലോജിക്കലായിട്ട് ചിന്തിച്ചെടുക്കുന്നതാണ്. ഇക്വേഷൻസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ബി എ ടേം ഓഫ് എ ജോമെട്രിക് സീക്വൻസ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പൈ തന്നിട്ടുണ്ട്. പൈ 0 √2 1/π. അപ്പോൾ ഇതിലെന്ത് വരും? 0 ഒരിക്കലും ജോമെട്രിക് സീക്വൻസിൻ്റെ ടേം ആവില്ല. എന്തുകൊണ്ടാണ്? എവിടെയെങ്കിലും ഒരു 0 വന്നു എന്ന് വിചാരിച്ചോ, ഒരു 0 വന്നു, ഞാൻ സീക്വൻസ് ഇങ്ങനെ എഴുതിപ്പോയി, 0 വന്നെന്ന് വിചാരിച്ചോ, വരില്ല. ഇതിനെ നമ്മൾ വീണ്ടും കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടും അല്ലേ? 0 കൊണ്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടുള്ളൂ അല്ലേ? പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് 0. ഇതെന്താ സീക്വൻസ് ആയത്? ഒരൊറ്റ നമ്പർ 0 വെച്ച് തന്നെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ 0 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോമെട്രിക് സീക്വൻസിൽ വരില്ല. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 0 ആണ്. ഇതോടെ നമ്മൾ 2020 ഫെബ്രുവരിയിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.